പ്രിയപ്പെട്ടവരെ, നമ്മള് വചനം പഠിച്ച് ചൊല്ലിക്കപ്പെടാൻ ഗ്രേസ് ടീം വചന കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വചനം കേട്ട് ചൊല്ലിക്കാനും അഭിഷേകം ഇരട്ടിയാക്കാനുമുള്ള അവസരമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണമേ. ഓരോ വചനം ധ്യാനിച്ചു കഴിയുമ്പോൾ സ്തുതിച്ച് ദൈവാത്മാവിനെ എന്നറിയാം. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം വായിക്കാം, ധ്യാനിക്കാം. രോഗസൗഖ്യ വചനങ്ങൾ. ജെറമിയ 17:14. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. ജെറമിയ 17:14. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അടുത്ത വചനം ജെറമിയ 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. അടുത്ത വചനം പ്രഭാഷകൻ 38:9. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. പ്രഭാഷകൻ 38:9. ഇനി അടുത്ത തിരുവചനം നമുക്ക് ധ്യാനിക്കാം. അടുത്ത തിരുവചനം മത്തായി 9:21. മത്തായി 9:21. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. മത്തായി 9:21. ഒരിക്കൽ കൂടി വചനം കേൾക്കാം. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. വചനങ്ങളുടെ അഭിഷേകം നമ്മൾ എന്നറിയുവാൻ ഒരു നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ അഗ്നിയായി നിറയണമേ. അടുത്ത വചനം എടുക്കാം നേരം കൊണ്ട്. ആത്മാവേ അഗ്നിയായി നിറയണമേ. ഓക്കെ, അടുത്ത വചനം ശക്തി മേലെ അഗ്നിയയക്കൂ. യേശുനാമത്തിൽ രോഗത്തിൻ ശക്തി മേലെ അഗ്നിയയക്കൂ. 1 പത്രോസ് 2:24. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:24. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വചനം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. യാക്കോബ് 5:16. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ രോഗസൗഖ്യം ലഭിക്കുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണേ. അടുത്ത വചനം യെശയ്യാ 53:5. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53:5. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കർത്താവിന്റെ ക്ഷതങ്ങളാലും മുറിവുകളാലുമാണ് നാം സൗഖ്യം പ്രാപിക്കുന്നത്. ആ വചനം ഒന്നുകൂടി കേൾക്കാം. ആ വചനം ഒന്നുകൂടി കേട്ടിട്ട് അടുത്ത വചനം കേൾക്കാം. ആ വചനം ഒന്നുകൂടി കേൾക്കാം. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53:5. ഇനി അടുത്ത തിരുവചനം നെഹമ്യാ 13:22. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. നെഹമ്യാ 13:22. ഈ വചനം നമ്മളെല്ലാവരും അറിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത തിരുവചനം ഈ വചനം ഒന്നോടെ കേൾക്കാം. നെഹമ്യാ 13:22. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. അവിടെ തന്നെ നിൽക്കട്ടെ. ഈ
അടിസ്ഥിത സ്നേഹത്തിന്റെ മഹത്വത്തിൽ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആ വചനം ഒന്നുകൂടി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. നെഹമ്യ 13:22. വചനം തെറ്റിക്കരുത്. വചനം ഒന്നുകൂടെ പറയുക. നെഹമ്യ 13:22. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. അടുത്ത തിരുവചനം സങ്കീർത്തനങ്ങൾ 5:11. സങ്കീർത്തനങ്ങൾ 5:11 അടുത്ത തിരുവചനം. സ്ക്രീൻ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. സങ്കീർത്തനങ്ങൾ 5:11. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അടുത്ത തിരുവചനം നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. സങ്കീർത്തനങ്ങൾ 5:11. ഇനി അടുത്ത തിരുവചനം 1 കൊരിന്തോസ് 14 1 വാക്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 കൊരിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഒരിക്കൽ കൂടി പറയാമോ? അവസരം നിൽക്കട്ടെ. അത് 1 കൊരിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അടുത്ത തിരുവചനം സങ്കീർത്തനങ്ങൾ 18:1. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18:1. ഒന്ന് ആവർത്തിച്ച് പറയാം. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. 2 കരങ്ങളും നെഞ്ചിൽ വെച്ച് നമുക്ക് ഈ വചനം ഏറ്റു പറഞ്ഞുരുവിടാം. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18:1. നമുക്ക് ചെല്ലാം. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18:1. ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആമേൻ. അടുത്ത തിരുവചനം സങ്കീർത്തനങ്ങൾ 20:1. നിന്റെ കഷ്ടകാലത്തു കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. കഷ്ടകാലം വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ ചെല്ലേണ്ട വചനം ഒന്നുകൂടി. സങ്കീർത്തനങ്ങൾ 20:1. നിന്റെ കഷ്ടകാലത്തു കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. അടുത്ത കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ അനുഗ്രഹിക്കട്ടെ. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അടുത്ത വചനം പ്രഭാഷകൻ 7:10. പ്രഭാഷകൻ 7:10 വാക്യം. അവിടുന്ന് സൗഖ്യവും അതല്ല. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. പ്രഭാഷകൻ 7:10. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. പ്രാർത്ഥിക്കാം. അടുത്ത തിരുവചനം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി ഈ വചനം വലതുകര ഉയർത്താം. ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. പ്രഭാഷകൻ 7:10. ഇനി അടുത്ത വചനം യെശയ്യാ 65:24. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരം മരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും. അല്ല, തെറ്റിപ്പോയി. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും. യെശയ്യാ 65:24. നെഞ്ചത്ത് വെച്ചത് നമുക്ക് നേറ്റിയെല്ലാം. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും. യെശയ്യാ 65:24. യെശയ്യാ 65:24 ഒന്നുകൂടി കേൾക്കാം. യെശയ്യാ 65:24. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും. ഹല്ലേലൂയ. അടുത്ത വചനം 1 തെസ്സലോനിക്ക 5:17. 1 തെസ്സലോനിക്ക 5:17. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. 1 തെസ്സലോനിക്ക 5:17. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണേ. അടുത്ത വചനം കൃപ നൽകണേ. സുഭാഷിതങ്ങൾ 30:5. ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു, തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. സുഭാഷിതങ്ങൾ 30:5.
ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അടുത്ത തിരുവചനം പ്രഭാഷകൻ 2:6. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. പ്രഭാഷകൻ 2:6. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ദൈവമേ നിൻ അടുത്ത വചനം എത്ര അവർണ്ണനീയം, പ്രശംസിക്ക ശക്തരല്ല മക്കളി ഞങ്ങൾ. അടുത്ത വചനം സങ്കീർത്തനങ്ങൾ 118:8. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. സങ്കീർത്തനങ്ങൾ 118:8. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കാതെ അങ്ങയിൽ മാത്രം ആശ്രയിക്കാൻ കൃപ തരണേ ഞങ്ങൾക്ക് എന്റെ നാഥാ. അടുത്ത വചനം കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 34:8. കർത്താവ് എത്ര നല്ലവനെന്നു രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്നു രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 34:8. ഇനി അടുത്ത തിരുവചനം സങ്കീർത്തനങ്ങൾ 62:1. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്രയം, എനിക്ക് ആശ്വാസം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. ഹല്ലേലൂയ. അടുത്ത തിരുവചനം പ്രഭാഷകന്റെ വിനയത്തിൽ വളരാൻ വേണ്ട വചനങ്ങളാണ് അടുത്തത്. പ്രഭാഷകന്റെ പുസ്തകം 3:18-19 വാക്യങ്ങൾ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പ്രഭാഷകൻ 3:18-19 വാക്യങ്ങൾ. പ്രാർത്ഥിക്കാമോ? നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നന്മ നിറഞ്ഞ അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. വിനീതനാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പ്രഭാഷകൻ മാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പ്രഭാഷകന്റെ പുസ്തകം 3:18-19 വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. അടുത്ത തിരുവചനം സങ്കീർത്തനങ്ങൾ 338:6. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 138:6. മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 138:6. സങ്കീർത്തനങ്ങൾ 138:6. സങ്കീർത്തനങ്ങൾ 138:6. ഇനി അടുത്ത തിരുവചനം ജ്ഞാനം 7:15. ജ്ഞാനം 7:15. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം 7:15. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ മാത്രമേ നമ്മുടെ ചിന്തയും ഭാവനയും ദൈവികമായി മാറുകയുള്ളൂ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം 7:15. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം 7:15 മതി.
ഒന്നുകൂടി കേൾക്കാം. ജ്ഞാനം 7:15 വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അടുത്ത വചനം ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, കേൾക്കുന്ന എല്ലാ വചനങ്ങളും വിധക്കാരുടെ ഉപമയിൽ പറയുന്ന പോലെ 100 മേനി 60 മേനി 80 മേനി ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവരാജ്യത്തിന് സാക്ഷ്യം വയ്ക്കുകയാണ്. സഭയിൽ ഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നയിക്കും. അടുത്ത തിരുവചനം എഫേസ്യോസ് 4:29 നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എഫേസ്യോസ് 4:29 നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. ഒന്നുകൂടി കേൾക്കാം. ആ വചനം തന്നെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എഫേസ്യോസ് 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അടുത്ത തിരുവചനം വാക്കുകൾ പുറപ്പെടാതിരിക്കാനുള്ള അവസരമാണ് നാം ഇപ്പോൾ കേട്ടത്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എഫേസ്യോസ് 4:29 കൊട്ടേഷൻ സഹിതം പഠിക്കണേ മക്കളെ. എഫേസ്യോസ് 4:29. അടുത്ത തിരുവചനം ലൂക്കാ 16:10 ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. ലൂക്കാ 16:10 ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അടുത്ത തിരുവചനം സങ്കീർത്തനങ്ങൾ 91:4. ലൂക്കാ 16:10 ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. പ്രാർത്ഥിക്കുമ്പോഴേക്കും അടുത്ത വചനം പ്രസന്റേഷൻ ചെയ്തിടുക. കർത്താവേ, എല്ലാ കൃപകളും എല്ലാ ദാനങ്ങളും അങ്ങ് തന്നെ നൽകുന്നു എന്ന വലിയ തിരിച്ചറിവിലേക്ക് വളരട്ടെ. വിശുദ്ധ പുരുഷന്റെ അടയാളത്താലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. ഒന്ന് കൈയടിച്ച് സങ്കീർത്തനങ്ങൾ 91:4 അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. സങ്കീർത്തനങ്ങൾ 91:4 അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. സങ്കീർത്തനങ്ങൾ 91:4 അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. അടുത്ത വചനം അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ഒന്ന് കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കാം. പറഞ്ഞാലും വിശ്വസിക്കാത്ത നാദൻ ചെയ്യാൻ പോകുന്നു, കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദൻ ചെയ്യാൻ പോകുന്നു. ജ്ഞാനം 15:1 ജ്ഞാനം 15:1 ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള വചനമാണെന്നാണ് പറഞ്ഞത്. ജ്ഞാനം 15:1 ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. അടുത്ത തിരുവചനം വചനം അങ്ങ് പഠിച്ചാൽ മതി. എന്തിനു വേണ്ടിയൊന്നും നമുക്കറിയില്ല. അടുത്ത വചനം പാട്ട് പാടിക്കൊണ്ടിരുന്ന നമ്മുടെ വചന പഠന ശുശ്രൂഷ നീണ്ടു. പ്രഭാഷകൻ 36:6 അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. പ്രഭാഷകൻ 36:6 ഈ ലോകത്തിൽ പെരുമഴ ഓക്കെ. പ്രഭാഷകൻ 36:6 അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അടുത്ത വചനം വെളിപാട് 3:8 ഇതാ